അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യൽ വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇതിന് നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. നമുക്ക് നോമ്പ് സമയത്ത് പത്തിരിക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം ആദ്യം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ. മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഫുൾ ഇട്ടിട്ടില്ല, കുറച്ച് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചിക്കന് 1 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റേജൊക്കെ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. നമ്മൾ മൺകല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാൽ 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ നേരം നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നടുവൊന്ന് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ 1ാം പാൽ 2 കപ്പും 2ാം പാൽ 1 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മൾ ലാസ്റ്റ് ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതൊരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് മൺചട്ടിയിൽ ഉണ്ടാക്കിയത് ഒരു വെറൈറ്റി ടേസ്റ്റ് വരാനും ഇത് നമ്മുടെ ഈ ഡിഷ് ഒരു വെറൈറ്റി ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ മൺചട്ടി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഈ റമദാൻ സമയത്ത് പത്തിരിയുടെ കൂടെയും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം.